വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 4-ന് പിറവത്ത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കുന്നു. സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പിറവത്ത് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ഒക്ടോബർ 4-ന് നടക്കും. പിറവം കൊള്ളിക്കൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടന്ന സംഘാടക സമിതി യോഗം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും പ്രാദേശികമായിട്ടുള്ള കലാപരിപാടി ഉൾപ്പെടെയുള്ള എല്ലാതരമായിട്ടുള്ള ഫണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സമാഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അതിന്റെ പരിമിതി തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ ക്രമീകരിക്കുമെന്നത് ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. സംഘാടക സമിതി ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, റൈസ് കമ്മിറ്റി ചെയർമാനായി നഗരസഭാ വൈസ് ചെയർമാൻ KP സലീം, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അജേഷ് മനോഹർ, രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർമാൻ ജിൽസ് പെരിയപുറം, ലോ ആൻഡ് ഓർഡർ ചെയർമാൻ P ഗിരീഷ് കുമാർ, മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ രാജു പാണാലിക്കൽ, കൾച്ചറൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ട്രാൻസ്പോർട്ട് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് മമ്പുറത്ത്, സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ തോമസ് മല്ലിപ്പുറം, ഫുഡ് കമ്മിറ്റി ചെയർമാൻ അന്നമ്മ ഡോമി, പ്രാദേശിക വള്ളംകളി ചെയർമാൻ വത്സല വർഗീസ് എന്നിവരെ തെരഞ്ഞെടുത്തു. നിങ്ങളുടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും കൂടി ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി ഒരു പരിപാടി നിശ്ചയിപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടായിട്ട് നമുക്ക് ഒരേ മനസ്സോടുകൂടി നിൽക്കണം. ഇതിന്റെ സാമ്പത്തിക കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ ചെറുവള്ളങ്ങളുടെ മത്സരത്തിന് തുടർന്നാണ് കുണ്ടംവള്ളങ്ങളുടെ മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ചെറുവള്ളങ്ങളുടെ മത്സരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്വം, അതിനാവശ്യമായ ഫണ്ട് സമാഹരണം എല്ലാം നമ്മളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇനിയുള്ള ദിവസത്തിനകം അതെങ്ങനെ അത് സംഘടിപ്പിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൂട്ടായ ആലോചന നടത്തേണ്ടതായിട്ടുണ്ട്. ഏറെ ജനപങ്കാളിത്തത്തോടെ മൂവാറ്റുപുഴയാറിൽ നടത്തുന്ന പിറവം ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഇത്തവണ നെഹ്റു ട്രോഫി ജേതാക്കളായ 9 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ G ശ്രീകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ KP സലീം, മൂവാറ്റുപുഴ RDO PN അനിൽ, നഗരസഭാ കൌൺസിലർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ കുറെ വർഷങ്ങളായി CVകളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് പിറവത്ത് കിട്ടുന്ന ഒരു സംഘാടകരുടെ ഒരു ഊഷ്മളത മറ്റിടങ്ങളിൽ കുറവാണെന്ന് പറയാം. എല്ലാ തരത്തിലും. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.